കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ശരിക്കും പറഞ്ഞാൽ സാജിദ സാജി. ഇതുവരെ സഹതാപ കണ്ണീരായിരുന്നു അവരോട് ആളുകൾക്കെങ്കിൽ ഇപ്പോൾ അവരോട് വൈരാഗ്യവും വെറുപ്പുമാണ് കൂടുതൽ ജനങ്ങൾക്കും എന്ന് അവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും അവസാനം ഒരു വീഡിയോയുമായി അവർ വന്നത് ഞാൻ റഹൂഫ് എന്ന് പറയുന്ന ആളെ പറ്റിച്ചിട്ടില്ല, അദ്ദേഹം എന്നെയാണ് പറ്റിച്ചത് എന്ന രീതിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സാജിദ പറയുന്നത്. ആ വീഡിയോയിലൂടെ സാജിദ പറയുന്നത് ഇങ്ങനെ: ഞാൻ എൻ്റെ കഷ്ടപ്പാടൊക്കെയും പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ചെയ്തതിനനുസരിച്ച് അതിൻ്റെ ഇടയിലൂടെ റഹൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി തനിക്ക് കോൺടാക്ട് ചെയ്യുകയും തന്നെ സഹായിക്കാൻ സന്നദ്ധത അറിയിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് ക്യാഷ് അയച്ചു തരികയും ചെയ്തു. ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തപ്പോൾ ഞാൻ വീട്ടുകാരോട് ചോദിക്കണമെന്ന കാര്യം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാമിയോട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ നല്ലതാണെങ്കിൽ നോക്കാമെന്ന് മാമി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അയാളുമായി കുറച്ചൊക്കെ ക്ലോസ് ആയി എന്ന രീതിയിൽ അവർ പറയുന്നു. ആ ഇടയ്ക്ക് തന്നെ മെഹർ വാങ്ങാനാണെന്ന രീതിയിൽ കുറച്ചും കൂടി പൈസ തൻ്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും നീ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ എൻ്റെ ഒരു ബന്ധു കൂടിയായ ഒരു യുവാവ് ഗൾഫിലേക്ക് പോവേണ്ട ആവശ്യത്തിന് കുറച്ച് പൈസ ആവശ്യം വന്നപ്പോൾ തന്നോട് ചോദിക്കുകയും ഇദ്ദേഹം തനിക്ക് നൽകിയ പണം തൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടന്നത് കൊണ്ട് അത് ഇദ്ദേഹത്തോട് ചോദിച്ച് ആ യുവാവിന് നൽകുകയും സാജിദ സാജി ചെയ്തു. അങ്ങനെ ആ യുവാവ് ആ പൈസയുമായി ഗൾഫിൽ പോയതിനു ശേഷമാണ് റഹൂഫിന്റെ ശരിക്കുമുള്ള സ്വഭാവത്തെക്കുറിച്ച് സാജിദ സാജിക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്നത്. യൂട്യൂബറായ ജസ്നയുമായി അദ്ദേഹത്തിനുണ്ടായ കണക്ഷനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ സാജിദ സാജിക്ക് മനസ്സിലാകുകയും അതുകൊണ്ട് തന്നെ റഹൂഫ് എന്ന വ്യക്തി ക്ലീൻ ഇമേജ് ഉള്ള ഒരാളല്ല എന്ന രീതിയിൽ അവർക്ക് തോന്നുകയും അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം നമുക്കൊരിക്കലും തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവരോട് തന്നെ തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ ഇത് കേട്ട റഹൂഫ് പ്രകോപിതനാവുകയും പല കാര്യങ്ങളും പറഞ്ഞ് സാജിദ സാജിയെ ഭീഷണിപ്പെടുത്താനും ആരംഭിച്ചു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സാജിദ സാജി മറ്റൊരു വിവാഹം കഴിച്ചു എന്നും അങ്ങനെ പയ്യനുമായുള്ള ചേർത്തുള്ള വിവാദങ്ങളും ഫോട്ടോസും ഒക്കെ തന്നെ പുറത്തു വരുന്നതും അതിനിടയ്ക്ക് തന്നെ താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ സാജിദ സാജി പറയുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് അത് മറ്റൊരു വശം. പക്ഷെ എന്ത് തന്നെയായാലും ഈ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി സാജിദ സാജിക്ക് അയച്ച പണം തിരിച്ചു ചോദിക്കുന്നതിന് പകരം എന്നെ വിവാഹം കഴിക്കണം എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സാജിദ സാജി തിരിച്ചു പറഞ്ഞിരുന്നത് നിങ്ങളുടെ പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകാമെന്ന്. ഒരു കാരണവശാലും നമുക്ക് രണ്ടുപേർക്കും പൊരുത്തപ്പെട്ടു പോകാനാവില്ല എന്ന രീതിയിലൊക്കെ തന്നെ സാജിദ സാജി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു റഹൂഫിന്റെ പെരുമാറ്റം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് സാജിദ സാജി ഈ പണം അയാൾക്ക് തിരിച്ചു നൽകിയില്ല എന്ന് ചോദിച്ചാൽ ബന്ധുവിന് ഈ പണം കടം നൽകി സഹായിച്ചത് കൊണ്ട് തന്നെ സാജിദ സാജിയുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു നൽകാൻ സാധിച്ചില്ല. പകരം എനിക്ക് പൈസ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് തിരിച്ചു നൽകാമെന്ന് ഒരുപാട് തവണ പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ യൂട്യൂബിൽ വൈറലായ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒന്ന് മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ റഹൂഫ്. പക്ഷെ എന്ത് തന്നെയായാലും ഇവരുമായുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ സാജിദ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പൈസ തിരിച്ചു നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ തിരിച്ചു നൽകാതെ നൽകാം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുകയില്ല. ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് 50,000-ഓളം രൂപയാണ് ഞാൻ കടമായി നൽകിയത് എന്ന്. എന്നാൽ അദ്ദേഹം അയച്ച പണം അതിലും കൂടുതലാണെന്ന് അവരുടെ സംസാരം കേട്ടാൽ മനസ്സിലാക്കാനും സാധിക്കും. എന്തുകൊണ്ട് ബാക്കിയുള്ള പൈസ നൽകിയില്ല എന്നതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷനും അവർ നൽകുന്നില്ല. ഭർത്താവ് ജീവനോടെയുള്ള ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പിന്നാലെ ഒരുപാട് തവണ അവർ നടന്നു എന്ന രീതിയിലൊക്കെയും തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും റഹൂഫിന്റെ ഇമേജ് എത്രമാത്രം ക്ലീൻ അല്ല എന്ന് അവരുടെ ഓരോ വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. റഹൂഫ് അവിടെ ഇരിക്കട്ടെ, പക്ഷേ സാജിദ സാജി ചെയ്യുന്നത് പലതും വിഡ്ഢിത്തരമാണ്. എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിൽ വിവാഹം കഴിച്ചു എന്ന രീതിയിൽ ഒരു യുവാവിനെ ചേർത്ത് പിടിക്കുക, അവസാനം അത് വെറും കള്ളക്കളി മാത്രമാണെന്ന രീതിയിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള ആൺകുട്ടികളെ ഒക്കെയും തന്നെ കുറ്റപ്പെടുന്ന രീതിയിൽ കുടുംബത്തിന്റെ പല ആൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പലതും വിളിച്ചു പറയുക, യൂട്യൂബർമാരെ ഒക്കെയും തന്നെ അധിക്ഷേപിക്കുക, തന്റെ ഭാഗത്ത് മാത്രം ശരി എന്ന രീതിയിൽ അഹങ്കാരിയായി സംസാരിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള കുറ്റങ്ങൾ തീർച്ചയായിട്ടും സാജിദ സാജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. കാരണം അവർ ഇടവിട്ട് പലതും വീഡിയോകളിലൂടെ വിളിച്ചു പറയുകയും വീഡിയോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. താൻ പറയുന്നത് പലതും തനിക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണോ അതല്ല താൻ പറയുന്നത് മാത്രം ശരി എന്ന തോന്നലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അവർ പലതും വിളിച്ചു പറയുന്നത് പല ആളുകളെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലും. എന്ത് തന്നെ ആയാലും ഈ ഒരു വിഷയത്തിൽ ഇവിടെ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ അതും ചെയ്തു. എന്നിട്ട് അവർ പറയുന്നു ജസ്നയെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞ റഹൂഫിന്റെ സ്വഭാവം എത്രമാത്രം നീചമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. റഹൂഫ് പറഞ്ഞത് ഈ സ്ത്രീയോട് മാത്രമാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് ലോകത്തോട് മൊത്തവും.
എന്ത് തന്നെ ആയാലും ഇനി മലയാളികൾക്കിടയിൽ ഇവരോടൊരു സഹതാപം തോന്നുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവർ എത്രയൊക്കെ ന്യായീകരണം നിരത്തിയാലും ഇവർ പറയുന്ന പലതും കള്ളമാണെന്ന് മാത്രം തോന്നലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ കണ്ട ഏറ്റവും വ്യക്തമായ ഒരു കമന്റ്സ് ഇങ്ങനെയായിരുന്നു: സാജിദ സാജി വായ തുറക്കുന്നത് തിന്നാനും അതേപോലെ തന്നെ കള്ളം പറയാനും മാത്രമാണെന്ന്. എന്ത് തന്നെയായാലും ഇനിയും ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നതിന് പകരം മറ്റു പല വീഡിയോസും ചെയ്ത് ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നത് മാത്രമേ നിങ്ങൾക്ക് വഴിയുള്ളൂ. അല്ലാതെ ആളുകളെ കുറ്റപ്പെടുത്താനും അതിലൂടെ മെഴുകാനും തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും പടുകുഴിയിലേക്ക് തന്നെ അകപ്പെടും.